ഇതും ജ്യാമിതീയ സാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ജോമെട്രിക്കൽ പ്രോബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. എ സ്ക്വയർ വിത്ത് ഓൾ വേർട്ടിസസ് ഓൺ സർക്കിൾ. മൂലകളെല്ലാം ഒരു വൃത്തത്തിലായി വരച്ച സമചതുരം. സമചതുരത്തിന്റെ ഒരു വശം തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ എല്ലാ വശവും 2 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ ഞാൻ ഈ ചിത്രത്തിനെ ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചു, അവിടെ ഒരു ഡയഗണൽ വരച്ചു. അപ്പൊ നമുക്ക് ഡയമീറ്റർ കിട്ടി കേട്ടോ, വൃത്തത്തിന്റെ ഡയമീറ്റർ കിട്ടി. ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സോറി ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, 2 വശങ്ങൾ തുല്യമാണ്. അപ്പൊ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ, ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് സൈഡിനെ √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 2 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2√2 വരും. ഇവിടെ 3 3 ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടനസ് എന്തായിരിക്കും? 3√2 ആയിരിക്കും. 4 4 ആണെന്നുണ്ടെങ്കിൽ 4√2 ആയിരിക്കും. അപ്പോ ഹൈപ്പോട്ടനസ് കിട്ടി, അല്ലെങ്കിൽ വൃത്തത്തിന്റെ ഡയമീറ്റർ കിട്ടി. എത്രയാ? 2√2. അപ്പൊ വൃത്തത്തിന്റെ റേഡിയസ് എത്രയാ? √2. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ, ആകെ പരപ്പളവ്, ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ ഏരിയ ആണ് πr². ഡയമീറ്റർ 2√2 ആണ്. അപ്പൊ റേഡിയസ് എത്രയാ? ഡയമീറ്ററിന്റെ പകുതി, 2√2ന്റെ പകുതി 1√2. അപ്പൊ π√2². √2² എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2, അല്ലെങ്കിൽ √2ന്റെ സ്ക്വയർ കാണുമ്പോൾ റൂട്ട് എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. 2π. ഇനി സ്ക്വയറിന്റെ ഒരു വശം നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്. അപ്പൊ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കാണാം, അല്ലെങ്കിൽ ഗ്രീൻ പാർട്ടിന്റെ ഏരിയ കാണാം. 2 ഇൻറ്റു 2, സൈഡ് ഇൻറ്റു സൈഡ് എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ ഏരിയ നമുക്ക് 2π എന്ന് കിട്ടി, ഗ്രീനിന്റെ ഏരിയ 4 എന്ന് കിട്ടി. ഇനി പച്ച ഭാഗത്ത് വരാനുള്ള സാധ്യത എന്ത് വരും? ഏരിയ ഓഫ് ഗ്രീൻ ബൈ ടോട്ടൽ ഏരിയ, പച്ച ഭാഗത്തിന്റെ പരപ്പളവ് ബൈ ആകെ പരപ്പളവ്. അപ്പൊ 4/2π. 4 2 വെട്ടുമ്പോ നമുക്ക് 2/π എന്ന് കിട്ടും അല്ലെ. 4ൽ എത്ര 2 ഉണ്ട്? ഇവിടെ കട്ട് ചെയ്യാലോ അല്ലെ. 4നെ 2 കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും, താഴത്തുനിന്ന് 2 പോകും. അപ്പൊ 2/π. പൈയുടെ വാല്യൂ കൊടുക്കൊന്നും വേണ്ട കേട്ടോ, നമ്മളോട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പൈയുടെ വാല്യൂ കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2/π എന്ന് തന്നെ ഇട്ട് വെച്ചാൽ മതി.